നമസ്കാരം. ഒരു EV വെഹിക്കിള് പല പ്രാവശ്യമായിട്ട് ചിന്തിക്കുന്ന കാര്യമായിരുന്നു. നേരത്തെ ഒന്ന് ഇന്ധന ചെലവ് വർധനവ്, രണ്ടാമത്തത് എന്നെ പ്രേരിപ്പിച്ചത് പരിസ്ഥിതി സൗഹൃദം. ഈ രണ്ട് കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് EV വാങ്ങിയത്. മഹീന്ദ്രയുടെ XUV 400 എന്ന വാഹനമാണ് വാങ്ങിയത്. പൊതുവേ EV വെഹിക്കിളിനെ കുറിച്ചുള്ളൊരു പരാതി, ദൂരയാത്ര സാധിക്കില്ല, അതേപോലെ തന്നെ റിമോട്ട് പ്രദേശങ്ങളിലേക്കുള്ള യാത്ര സാധിക്കില്ല എന്നുള്ളതാണ്. ഏതായാലും ഞാനിന്ന് കേരളത്തിലെ ഏറ്റവും രണ്ട് വിദൂര പ്രദേശങ്ങൾ, രണ്ട് ഫോറസ്റ്റ് ലൊക്കേഷനുകൾ, അതായത് പറമ്പിക്കുളം അതേപോലെ നെല്ലിയാമ്പതി, ഈ രണ്ട് പ്രദേശത്തേക്കാണ് ഞാൻ EV വാഹനമായിട്ട് യാത്ര ചെയ്യുന്നത്. ഈ യാത്രയിലുള്ള അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൊഴിഞ്ഞാമ്പാറയിലെ KSEBയുടെ ചാർജിങ് സ്റ്റേഷനാണ്. ഇവിടെ ഒരേ സമയം രണ്ട് വണ്ടിക്ക് ഈ ഭാഗത്തും രണ്ട് വണ്ടി അവിടെയും 4 വണ്ടി ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ കൂടുതൽ വാഹനങ്ങൾ ചാർജ് ചെയ്ത ലക്ഷണം കാണുന്നില്ല. കുറച്ചുകൂടെ ഇത് ഹൈവേയിലായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ ഹൈവേ വടകരപ്പതി വഴിക്ക് കടന്നു പോകാം പൊള്ളാച്ചിക്ക്. അപ്പോൾ ഇവിടുന്ന് ചാർജ് ചെയ്യാനുള്ള കാരണം, ഇവിടുന്ന് ചാർജ് ചെയ്താൽ എനിക്ക് പോകേണ്ടത് പറമ്പിക്കുളമാണ്. ഏതാണ്ട് 80 കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചാർജ് ചെയ്തൊരു 90% ചാർജ് ചെയ്താൽ പിന്നെ ചാർജ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നേരെ വടകരപ്പതി വഴി കടന്നു പോകാം. പക്ഷേ KSEB ഇവിടെ ചാർജ് മോഡ് വർക്കൗട്ട് ആവുന്നുണ്ട്. ചാർജ് മോഡ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. CBയുടെ ആപ്പ്, അതായത് KE മാപ്പ് എന്ന് പറയുന്ന ആപ്പ് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് അതിൽ കുറച്ച് കാശ് നേരത്തെ സേവ് ചെയ്ത് വെക്കുന്നത് നന്നാവും. ചാർജ് മോഡ് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ആപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ ചാർജ് മോഡിലാണ് ചെയ്ത് 60 കിലോ വാട്ടിന് 2 ഗണ്ണുണ്ട്. അപ്പോൾ ഞാൻ അവിടെയുണ്ട്, ഇതുണ്ട്, രണ്ട്. അത് ഒന്ന് വർക്കൗട്ടല്ല, ഒന്ന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാനും ഒരു 10 മിനിറ്റ് കൊണ്ട് ഏതാണ്ട് ഒരു 30 മിനിറ്റ് 35, അതായത് 40. എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ 46% ചാർജ്, 47% ചാർജ് ബാക്കിയുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 140 കിലോമീറ്റർ. 140 കിലോമീറ്റർ എന്ന് വെച്ചാൽ പറമ്പിക്കുളം പോയിട്ട് തിരിച്ചു വരാൻ കുറച്ചുകൂടെ സുരക്ഷിതം. അത് പരമാവധി ഇവിടുന്ന് ചാർജ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് കൂടെ എടുത്താൽ എനിക്കൊരു 90% ചാർജ് ആവും. ഇപ്പം തന്നെ 60% ആയി. വളരെ വേഗം ചാർജ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ യാത്ര തുടരും. അപ്പോൾ ഇതേവരെയുള്ള പെർഫോമൻസ് നോക്കിയാൽ 1% ചാർജ് കുറയുമ്പോൾ ഏതാണ്ട് 3 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഒരു 300 കിലോമീറ്റർ റൗണ്ടായിട്ട് 280-300 കിലോമീറ്റർ റൗണ്ടായിട്ടാണ് രാവിലെ വാഹനം ഇതേവരെ എത്തിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതേവരെ 160 മേലെ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 147 കിലോമീറ്റർ ഓടാൻ നിലവിൽ കാണിക്കുന്നുണ്ട്. ഇനി ബാക്കി അനുഭവങ്ങൾ അതിന് ശേഷം പങ്കുവെക്കാം.
ഒരു തുള്ളി പുക പോലും പുറത്ത് വിടാതെ വൈദ്യുതി വാഹനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പുറപ്പെടുമ്പോൾ എനിക്ക് ഭയപ്പാടുണ്ടായിരുന്നു. വൈദ്യുതി വാഹനം ഇവിടെ എത്തി വേണ്ടതുപോലെ എന്നാൽ നല്ല പെർഫോമൻസാണ്. മഹീന്ദ്രയുടെ XUV 400 എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വാഹനമാണ്. സുഖമായിട്ട് മുകളിലെത്തി. തിരിച്ചു പോകുന്ന സമയത്ത് റീജനറേഷൻ നടക്കുന്നതുകൊണ്ട് വലിയ പ്രയാസമില്ലാതെ വന്നു പോകാൻ സാധിക്കും. അല്പം ശ്രദ്ധിക്കണം. താഴേന്ന് പൊള്ളാച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഗോപാലപുരത്തിനടുത്തുള്ള സ്റ്റേഷനുകളിൽ നിന്നോ പൂർണ്ണമായി ചാർജ് ചെയ്തേ ഇങ്ങോട്ട് വരാവൂ. അതും ഒരു അനുഭവമാണ്. ഞാൻ ഇന്നലെ പുറപ്പെട്ട EVയിൽ തുടങ്ങിയ യാത്രയാണ്. രാത്രി ഇവിടെ എത്തിയ സമയത്ത് അതായത് ഇന്നലെ പറമ്പിക്കുളം പോയി തിരിച്ചു വന്നു. ഡാമിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴും ഏതാണ്ട് 40, അതായത് നമ്മുടെ കയറ്റം ഇറങ്ങുന്ന സമയം ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കയറ്റം ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് ആക്സിലേറ്റർ ഒഴിവാക്കണം. അതുപോലെ മലയിൽ AC ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് കാര്യമായ ചാർജ് ഡൗൺ ആയിട്ടില്ല. അതായത് നമുക്ക് റീജനറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് കയറ്റം ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ആക്സിലേറ്റർ ഒഴിവാക്കി തന്നെ ഓടിച്ചുകൊണ്ട് റീജനറേഷൻ നടന്നുകൊണ്ട് 43% ചാർജ് ഇപ്പോഴും ഉണ്ട്. ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വേണമെങ്കിൽ അത്യാവശ്യം ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കുത്തി ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നു തോന്നുന്നില്ല. ഇതിന് ഒരു 7 കിലോമീറ്റർ കാഞ്ഞിമാര എന്ന് പറയുന്ന സ്ഥലത്ത് ഓഫ് റോഡ് പോകണം. അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഇന്നലെ ഇന്നുമായിട്ടുള്ള ഗൈഡ് ശ്രീ ജിമ്മിച്ചനാണ്. അദ്ദേഹം 45 വർഷമായിട്ട് ഇവിടെയാണ് ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു ഇണങ്ങിച്ചേർന്നത്. മൃഗങ്ങളുടെ നീക്കം എന്ന് വളരെ കൃത്യം. അതായത് ഇന്നലെ ദൂരെ കണ്ട കാട്ടുപോത്ത്, ആ കാട്ടുപോത്തിന് കൂട്ടത്തെ അതിപ്പോൾ നോക്കാണ്ട് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ ഇന്ന സ്ഥലത്ത് എത്തുമെന്ന് കറക്റ്റ്. അങ്ങനെ ഇതേക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്. അപ്പോൾ എത്ര വർഷം ഇവിടെ എത്തിയിട്ട്? 45 വർഷത്തോളമായി. 45 വർഷമായി. ഇവിടെ വിവാഹം ചെയ്ത് ആദിവാസി സമൂഹത്തിന് വിവാഹം ചെയ്ത് അങ്ങനെയല്ലേ ഇവിടെ സെറ്റിലായി. ഇവിടെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടാണ് കാട്ടിലേക്ക് കയറിയത്. ഇവിടെ നമ്മൾ പോകുന്ന കന്നിമരക്കല്ലേ? കന്നിമരത്തേക്ക് ഞാൻ കണ്ടാണ് മുമ്പ് ഇവിടെ വന്ന്. ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ അറിയാം. ഒന്നുകൂടെ പോവാം. ഇന്ന് രാവിലെ എത്ര കണ്ടാലും മതിയാവില്ല ഈ റൂട്ട്, ഈ പ്രകൃതിയും. പഴക്കമേറിയ തേക്ക് മുത്തശ്ശി എന്നറിയപ്പെടുന്ന കന്നിമാര തേക്കാണിത്. ഇപ്പോൾ തോണിക്കടവിലാണുള്ളത്, പറമ്പിക്കുളത്ത്. ഇപ്പോൾ വണ്ടിയിൽ 34% 100 കിലോമീറ്റർ പോകാനുള്ള കറണ്ടാണുള്ളത്. പക്ഷേ ചുരം ഇറങ്ങുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. എങ്ങനെ റീജനറേറ്റ് ചെയ്യും, എവിടെ വെച്ച് ചാർജ്. ഇനി ഏതാണ്ട് 88 കിലോമീറ്റർ പോകണം ചാർജിങ് സ്റ്റേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പരീക്ഷണ ഓട്ടമാണ്. ഏതായാലും നമുക്ക് പരിചയം. നെന്മാറയിലെ KSEB ചാർജിങ് പോയിൻ്റാണ്. പൊതുവേ ഇത് ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാർജ് മോഡ് ആപ്പ് വർക്ക് ആകുന്നില്ല. പക്ഷേ KSEBയുടെ ആപ്പ് ചാർജ് മോഡിൽ സ്കാൻ ചെയ്യുമ്പോൾ വർക്കൗട്ട് ആകുന്നുണ്ട്, ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ വണ്ടിയിൽ പൊള്ളാച്ചി, അതായത് പറമ്പിക്കുളത്തുനിന്ന് വരുമ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് ചാർജ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ റിസ്ക് എടുത്താണ് ഇവിടെ എത്തിയത്. 12% എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു 10-60% ആക്കിയിട്ട് വേണം നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ.
12 കിലോമീറ്റർ അകലെയുള്ള കാരപ്പാറയിലേക്കാണ് തൂക്കുപാലം. പക്ഷേ ആ വഴിക്കാണ് ഇവിടെ ധാരാളം ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ ഒരു കൂട്ടം തന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് ഈ കുന്നിൻ പ്രദേശങ്ങൾ, ഈ മൗണ്ടേനിയസ് ഏരിയകളിൽ പോയി വരാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അത് വിജയമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ പറമ്പിക്കുളം പോയി വീട്ടിൽ നിന്ന് നേരെ വന്ന് വേലന്താവളത്തു നിന്ന് റീചാർജ് ചെയ്ത് പറമ്പിക്കുളം പോയി, പറമ്പിക്കുളത്തു നിന്ന് തിരിച്ച് വന്ന് നെന്മാറയിൽ നിന്ന് റീചാർജ് ചെയ്തു. എൻ്റെ ഒരു ഫാൾട്ട് എന്ന് വെച്ചാൽ പൊള്ളാച്ചിയിൽ വെച്ചൊന്ന് റീചാർജ് ചെയ്യേണ്ടിയിരുന്നു. അതില്ലാത്തതുകൊണ്ട് 12% ആയപ്പോഴാണ് എനിക്ക് നെന്മാറയിൽ നിന്ന് 60% റീചാർജ് ചെയ്തത്. പിന്നെ ഇവിടെ വന്ന് താമസിക്കാൻ ബുക്ക് ചെയ്ത റൂമിൽ പവർ പ്ലഗ് ഉണ്ട് എന്ന് ഉറപ്പാക്കിയത് കൊണ്ടാണ് അവിടെ റൂം എടുത്തത്. അവിടെ നേരം വെളുത്തപ്പോഴത്തേക്കും ഫുള്ള് ആയി, സ്ലോ ചാർജിങ് നമ്മുടെ പ്ലഗ് കുത്തിയിട്ട് ഫുള്ള് റീചാർജായി. ഇന്ന് രാവിലെ ഏകദേശം 10-40 കിലോമീറ്റർ ഇതിൽ സഞ്ചരിച്ച് മല കുന്ന് ഒക്കെ കയറി ഇറങ്ങി. 20% വൈദ്യുതിയാണ് ചിലവായത്. ഇനി 80% ബാക്കിയുണ്ട്. ആ 80% ഉപയോഗിച്ചുകൊണ്ട് വീട് വരെ യാത്ര ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ്. ബാക്കി പിന്നീട് പറയാം. ഇപ്പോൾ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നെല്ലിയാമ്പതിയിൽ നിന്ന് 100% ചാർജ് ചെയ്ത് ഏതാണ്ട് 44 കിലോമീറ്റർ നെല്ലിയാമ്പതി മലനിരകളിലൂടെ കയറി ഇറങ്ങി. അത് ഓഫ് റോഡുകളടക്കം കയറി ഇറങ്ങി. തിരിച്ച് താഴെ വന്ന് കൊല്ലങ്കോട് വഴിക്ക് പാലക്കാട്, മണ്ണാർക്കാട്, മഞ്ചേരി വഴിക്ക് വീട്ടിലെത്തി. 265 കിലോമീറ്റർ, അതിൽ നെല്ലിയാമ്പതിയിൽ AC ഇല്ലാതെയാണ് ഓടിയത്. 265 കിലോമീറ്റർ, അതിൽ ഏകദേശം 65 കിലോമീറ്ററോളം ഹൈ റേഞ്ചാണ്. മറ്റൊന്ന് മല ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് റീജനറേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ 265 കിലോമീറ്ററാണ് ഇത് മൊത്തത്തിൽ ഓടിയത്. അപ്പോൾ ഒരു EV ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടി 250 കിലോമീറ്ററാണ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. സാധാ റോഡിൽ 280 മുതൽ 300, അത് 320 വരെ ഈ വാഹനം ഓടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് 100% ദൂരെ ഇത്തരം കുന്നിൻ ചെരുവിലുള്ള റോഡും എല്ലാം കൂടെ ഓടുന്ന സമയത്ത് 250 കിലോമീറ്ററാണ് കൺഫേം ആയിട്ടുള്ള ഓട്ടം കിട്ടുന്നത്. അല്ലാതെ മിക്സഡ് ആയിട്ട് വരുമ്പോൾ 280, കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിച്ച് ഓടിക്കുമ്പോൾ 300, ഇങ്ങനെയാണ് അതിൻ്റെ ലെവൽ. അതിൽ കൂട്ടിയെടുക്കാം നല്ല ഡ്രൈവിങ്. അപ്പോൾ ഈ ഒരു ധാരണയോട് കൂടി മാത്രമേ EV വാഹനത്തിലേക്ക് ആളുകൾ വരാവൂ. നമുക്ക് റീചാർജ് ചെയ്യാൻ അതിവേഗ റീചാർജിങ് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അവിടെ 40-45 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഫുള്ളാവുന്ന സംവിധാനമുണ്ട്. 90% ആവാൻ വളരെ വേഗത്തിൽ കഴിയും. 60 കിലോ വാട്ടിൻ്റെ ഈ ഗണ്ണാണെങ്കിൽ ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് ഫുള്ളാകുന്നുണ്ട്. അരമണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ ഫുള്ളാവുന്നുണ്ട്. ഒരു 30% നിന്ന് 90 ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നിലവിലുള്ള അവസ്ഥ. വീട്ടിൽ നിന്നാകുമ്പോൾ 12 മണിക്കൂറിൻ്റെതുണ്ട്. 6.5 മണിക്കൂറിൻ്റെ മറ്റൊരു ചാർജിങ് ഉപകരണവും കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷമയോടുകൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നീങ്ങുന്നവർക്ക് വളരെ ഉപയോഗപ്രദമാണ്. വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാവും. സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ശബ്ദമില്ലാതെ വളരെ റിലാക്സ് ആയിട്ട് യാത്ര ചെയ്യാനുള്ള സാഹചര്യം നിലവിൽ EV വാഹനങ്ങൾക്കുണ്ട്. എല്ലാവരും, എൻ്റെ ഒരു അഭിപ്രായം, EV വാഹനങ്ങളിലേക്ക് എല്ലാവരും മാറാനാണ് ശ്രമിക്കേണ്ടത്. മലിനീകരണം, നാളത്തെ തലമുറയ്ക്ക് ഭൂമി നിലനിൽക്കണമെങ്കിൽ എല്ലാവരും EV വാഹനങ്ങളിലേക്ക് മാറണം. അതിനാവശ്യമായ സബ്സിഡി ഗവൺമെൻറ് കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി.